രാഹുലെ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു ഡെഡ് ബോഡി രണ്ടുപേര് കാലിൽ വലിച്ചു കൊണ്ടുപോകുന്ന, പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു എന്ന രീതിക്കാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. അതിന് പിന്നാലൊരു പട്ടി ഓടി വരുന്നു. വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ വേദന തോന്നുന്ന ഒരു വീഡിയോ ആണ്. കാരണം മൃതദേഹമാണെങ്കിലും അതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും വലിയൊരു അനാദരവാണ് അത്. തുണിയും കെട്ടി വലിച്ചുകൊണ്ട് പോവുക. എനിക്കറിയില്ല ഇത് ബോഡി തറയിങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരയുകയാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ ശരിക്കും ഉണ്ടായ സംഭവം എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇന്നും ലഭ്യമല്ല. പക്ഷേ ഇതിനെ കുറിച്ചുള്ള കമന്റുകൾ നോക്കുമ്പോൾ അത് യു പിയിലാണ്. യു പിയിൽ അങ്ങനെയൊക്കെ സ്വാഭാവികമാണ്. ശരിയാണ്, നമുക്ക് മുൻപും ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈക്കിൽ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നു, അതല്ലെങ്കിൽ ചുമട്ടിലേറ്റി തലയിൽ വെച്ചുകൊണ്ട് ഭാര്യയുടെ മൃതദേഹം കൊണ്ടുപോകുന്ന വാർത്ത, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറയുന്ന കാര്യം തന്നെ അത് യു പിയിലാണ്, നടക്കും. അതെ, കുറച്ചു നേരം BJP കുറ്റം പറയും, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ വാർത്തയ്ക്കൊപ്പം ഞാൻ ഓർത്തെടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് 3 ആഴ്ചകൾക്ക് മുൻപ് ഇതേപോലെ തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നടന്നിട്ടുണ്ട്. എനിക്ക് വയനാടാണ്. വയനാട്ടിലൊരു ആദിവാസി സ്ത്രീയുടെ മൃതശരീരം ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം. ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുമ്പോഴും അവരുടെ ശരീരത്തിന്റെ കുറെ ഭാഗങ്ങൾ പുറത്താണ്. എന്നുവെച്ചാൽ ചെറിയ ഓട്ടോറിക്ഷയാണ്. ചെറിയ ഓട്ടോറിക്ഷയിൽ അതിന്റെ വീഡിയോ എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴും. കാരണം ഒരു ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ 3 പേരോളം ഇരിക്കുന്നു. അതിൽ പായയിൽ കെട്ടിയിട്ട് ഈ മൃതദേഹത്തെ മടിയിൽ വെച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. എനിക്ക് തലഭാഗം ഉള്ളിലേക്ക് വെച്ച് കാൽഭാഗം പുറത്തേക്ക് നീണ്ടിരിക്കുകയാണ്. ആംബുലൻസിന് റിക്വസ്റ്റ് ചെയ്ത് ഒരുപാട് നേരം കാത്തിരുന്നിട്ടും ആംബുലൻസ് വരാത്തതിനെ തുടർന്നാണ് അവർക്ക് അവരുടെ ഭാര്യയുടെയോ അമ്മയുടെയോ ആ സ്ത്രീയുടെ മൃതദേഹം അങ്ങനെ കൊണ്ടുപോകേണ്ടി വന്നത്. ഇത് യു പിയിലല്ല, ഇത് കേരളത്തിലാണ്. നമ്പർ 1 കേരളം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട്, അല്ലെങ്കിൽ നമ്മൾ പ്രബുദ്ധരായ മലയാളികളൊക്കെ എന്ന് വിളിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുള്ള കേരളത്തിലാണ്. ഇനി നമുക്ക് അത് യു പി ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നുള്ളതാണ്. അല്ല, എപ്പോഴും കേരളത്തിലെ നമ്മൾ മലയാളികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. യു പിയിലോ അങ്ങോട്ട് എന്തെങ്കിലും വിഷയങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവരെ അടച്ചാക്ഷേപിക്കുക. അതായത് ഇപ്പം ബീഫ് കഴിച്ചതിന്റെ പേരിൽ ആരെങ്കിലും അടിക്കുക അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക, അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും യു പിയിലല്ലേ ചാണകങ്ങളല്ലേ അതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ആ പേരിൽ അവരെ അധിക്ഷേപിക്കുകയാണ്. പക്ഷെ അതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഇത്രയേറെ വിദ്യാസമ്പന്നരാണ്, വലിയ വലിയ മഹാന്മാരാണെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. മധുവിന്റെ കാര്യം, അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നതാണ്. അത് ബ്രെഡ് കഷ്ണം മോഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ്. ബീഫ് കഴിച്ചതിന് തല്ലിക്കൊല്ലുന്നതും ഒരു ബ്രെഡ് കഷ്ണം കഴിച്ചതിന് തല്ലിക്കൊല്ലുന്നതും എങ്ങനെയാണ് അതിന് വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്നത്? തല്ലിക്കൊല്ലുകയല്ലേ ചെയ്തേ. ഒരാൾ വിശപ്പിന്റെ പുറത്ത് കുറച്ച് ഭക്ഷണം എടുത്തതിന്റെ പേരിലാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യത്തിൽ പറയാറുണ്ടല്ലോ മനുഷ്യത്വം. അത് ഉള്ളവർക്ക് ആർക്കെങ്കിലും ചെയ്യാം. അതിനിപ്പം യു പി എന്നോ കേരളം എന്നോ ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പണ്ട് പീഡനങ്ങൾ നടന്നിരുന്ന സമയങ്ങളിൽ, നിർഭയ കേസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വലിയ കാര്യത്തിൽ പറയുന്നത് നമ്മുടെ നാട്ടിലല്ലല്ലോ, പുറത്തല്ലേ, അങ്ങനെയാണല്ലോ. ഇവിടെ ജിഷ കൊലപാതകം, ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. പിന്നെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായി. ഉത്തരവാദ കേസ്, അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായി. വിസ്മയ എത്ര ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ ഭർത്തൃപീഡനത്തിനിരയായ, സ്ത്രീധന പീഡനത്തിനിരയായ, ഹോസ്പിറ്റലിൽ വന്ന രോഗി വരെ ആളുകളെ കൊല്ലുന്ന സാഹചര്യങ്ങൾ, പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ട് കേരളത്തിന് അതിൻ്റെതായ ഒരു മഹിമയും പെരുമയും ഒക്കെ പറയാനുണ്ടെങ്കിൽ ഇന്നത്തെ കേരളത്തിന് അതില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും പോലെയൊക്കെ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് അന്ന് സോഷ്യൽ മീഡിയ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്ന ഒരു സമയമല്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ വാർത്തയും എല്ലാവരുടെയും കൈക്കുള്ളിലേക്ക് എത്തും. അത് ചെറിയ വാർത്തയാണെങ്കിലും വലിയ വാർത്തയാണെങ്കിലും എല്ലാ വാർത്തകളും എല്ലാവരുടെയും അടുക്ക് എത്തുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒന്നെങ്കിലും ന്യൂസ് പേപ്പർ ആയിരിക്കും, കൂടുതൽ ന്യൂസ് പേപ്പറിൽ നിന്ന് അറിയുന്ന വാർത്തകളാണ്. അല്ലെങ്കിൽ ടെലിവിഷനൊക്കെ പൊതുവേ കുറവാണ്. എല്ലാവരും ടെലിവിഷന് മുമ്പിലിരുന്ന് കേൾക്കാറുമില്ല. കുറച്ചു പേരൊക്കെ എല്ലാ വാർത്തകളും ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ എല്ലാ വാർത്തകളും അക്കോമഡേറ്റ് ചെയ്യാൻ ടെലിവിഷന് സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി, അങ്ങനത്തെ കാറ്റഗറീസ് വരുമല്ലോ. പക്ഷെ ഓൺലൈനിൽ അങ്ങനെയല്ല. എല്ലാം ഇപ്പൊ ചവറ് പോലെ വാർത്തകളാണെന്ന് പറയുമ്പോൾ ചവറ് പോലെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ സമയവും ഓരോ കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയത്തെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഈ കാലത്ത് ലൈവായിട്ട് നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ ഇതുകൂട്ടുള്ള സോഷ്യൽ മാധ്യമങ്ങൾ വഴി പെട്ടെന്ന് തന്നെ റീച്ച് ആവും. ഇപ്പം നമ്മള് എക്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്വിറ്റർ, പഴയ ട്വിറ്റർ, നമ്മുടെ ഇപ്പോഴത്തെ എക്സിൽ നോക്കിക്കഴിഞ്ഞാൽ
ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അപ്പപ്പ ലൈവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് തന്നെ ഇതേ കൂട്ടുള്ള സോഷ്യൽ മാധ്യമങ്ങൾ വഴിയായിരിക്കും. അപ്പൊ ഇതിനകത്തെല്ലാം ആളുകൾ അന്നന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം എന്തിനാണ് വരുന്നത്? അതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എങ്ങും എത്തിയിട്ടില്ല ആരും. അതെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ സംഭവം തന്നെ എടുക്കും, മൃതദേഹങ്ങളാണ്, ശരിയാണ്, മരിച്ചവരാണ്, ജീവനില്ല, വെറും ശരീരങ്ങളാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒന്നാണ് മൃതദേഹങ്ങൾ. നമ്മൾ കണ്ടിട്ടുണ്ട്, പോലീസുകാരടക്കം സ്വന്തം തൊപ്പി കൂടി സല്യൂട്ട് ചെയ്യുന്നതാണ് മൃതദേഹങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ഒരു ബഹുമാനം. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ശവത്തിനോട് പിന്നെയും ക്രൂരത കാണിക്കാൻ തോന്നുന്നു. അങ്ങനെ കാണിക്കുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ആദ്യത്തെ വീഡിയോയിൽ കണ്ട പോലെ അതിനെ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ പോകുന്നത്? അതല്ലെങ്കിൽ ഒരു ആംബുലൻസ് കൊടുത്താൽ എന്താണ് പ്രശ്നം? അവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകളാണ്. അവർ കൃത്യമായി പറയുന്നുണ്ട്, അവരുടെ എനിക്ക് തോന്നുന്നു കോർഡിനേറ്ററെ പോലെയുള്ള, ഈ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ പോലെയുള്ള ഒരാളോട് അറിയിച്ചിരുന്നു ആംബുലൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ വൈകിട്ട് വരെ കാത്തു നിന്നു, എന്നിട്ട് പോലും ആംബുലൻസ് തന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഓട്ടോറിക്ഷയിൽ ചീത്തയാകാൻ തുടങ്ങും. അതും എത്ര ദൂരമുണ്ട് എന്നുള്ളതാണ്. അത്രയും ദൂരം കവർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ആലോചിച്ചു, ആ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ സ്ത്രീ, മരിച്ച ആ സ്ത്രീ, ചുണ്ടമ്മ അങ്ങനെ തോന്നാണ് അവരുടെ പേര്, ആ അമ്മയുടെ കുടുംബക്കാരുടെ ഒരു അവസ്ഥയില് ഒന്നാമത് അവർ വേർപെട്ടതിന്റെ ഒരു വിഷമം, അല്ലെങ്കിൽ അവരില്ലാതായതിന്റെ ഒരു സങ്കടം, അതിലും വലിയ വിഷമമാണ് ഇനി അദ്ദേഹത്തെ എങ്ങനെ അടക്കുമെന്നത്. അതെ, ആ മൃതദേഹം എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതൊക്കെ എത്രത്തോളം ഭീകരമാണ്. നമുക്ക് ആർക്കും അത് ഇമാജിൻ ചെയ്ത് നോക്കാൻ സാധിക്കില്ല. സോ ഇനിയും നമുക്ക് ഇരുന്ന് ഉത്തരേന്ത്യയെ ഒന്നും കുറ്റം പറയാൻ നിൽക്കുക, നമ്മൾ ആദ്യം നന്നായിട്ടേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ ഈ വീഡിയോസ് കാണാറുണ്ട്, ഇത്തരത്തിൽ വൈറലാവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് മേ ബി പീഡന വാർത്തകളായിരിക്കാം, അതല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളെ അടിക്കുന്ന, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും അടിക്കുന്ന ആളുകളുടെയൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നുണ്ട് ഇല്ലേ? എത്ര വീഡിയോസ് ആണ് നമ്മൾ ഒരു അമ്മയെ ഒരാള് വഴിയിൽ വെച്ച് അടിക്കുന്ന വീഡിയോ, ഒരു മകൻ സ്വന്തം അമ്മയെ. എന്നിട്ട് അവര് ആ വാർത്തയുടെ പിൻഭാഗത്ത് പറയുന്നുണ്ട്, അവർ 2 ആൺമക്കളാണ്. ഈ 2 ആൺമക്കൾ മാറി മാറി അടിക്കുകയാണ് ഈ അമ്മയെയും അച്ഛനെയും. ഈ അച്ഛനും അമ്മയും രാത്രി ഉറങ്ങാൻ വേണ്ടി പശുത്തൊഴുത്തിലാണ് കിടക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ. കാരണം അവർക്ക് ആ വേദന സഹിക്കുന്നാൽ ഇവർക്ക് ആർക്കും പരാതി പറയാനും പറ്റില്ല. അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഉത്തരേന്ത്യയിലാണ് ഇത് നടന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഇവിടെ എന്ന് പറഞ്ഞ് മലയാളികൾക്ക് വീമ്പ് പറയാനൊന്നും സാധിക്കില്ല. കാരണം മലയാളികളുടെ അവസ്ഥ അതിലും ഭീകരമാണ്. എല്ലാ കാര്യത്തിനും ഉത്തരേന്ത്യക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. പലപ്പോഴും മലയാളികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉത്തരേന്ത്യയിലുള്ള കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ കാണിക്കുകയും ഇവിടെ ഉള്ള നടക്കുന്ന അത് ചെറിയൊരു കാര്യമല്ലേ സാധാരണ. പിന്നെ എത്രത്തോളമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റു വിഷയം. ഈ ഉത്തർപ്രദേശിലെ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു. ഈ ഓട്ടോറിക്ഷയിൽ ഈ മൃതദേഹം കൊണ്ടുപോകുന്ന വീഡിയോ നമ്മൾ എത്ര പേർ കണ്ടു? എത്ര പേര് ആ വാർത്ത അറിഞ്ഞു? നമ്മുടെ സ്വന്തം വയനാട്ടിലാണ്, വയനാട് ഇവിടെ അടുത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല. പക്ഷെ ഉത്തർപ്രദേശിൽ ആർക്കോ എന്തോ പറ്റിയതിനെ തുടർന്ന് ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുന്നു, അനീതിക്കെതിരെ പോരാടുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലും ഈ അനീതി നടക്കുമ്പോൾ അതിനെതിരെയും വാതുറക്കണം എന്നുള്ളതാണ്.